കണ്ടില്ല, നമുക്ക് പോവാം. എന്താ ചെറിയച്ചാ? അമ്മേ, അച്ഛന്റെ ഷർട്ടിൽ എന്തോ അടയാളം. ഷർട്ടിൽ എന്താ കൗസോടത്തി നോക്കട്ടെ. കൗസോടത്തി എന്നൂല ലിപ്സ്റ്റിക് ഇടാൻ തുടങ്ങിയേ. പോകോവാ, ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇടാറില്ല. പിന്നെന്താ ഇത്? ഓ പിടികിട്ടി. നന്ദേട്ടാ, എന്താ? ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. എന്താടാ ചെരുപ്പ് യമുന റാണിക്ക് കൊണ്ട് കൊടുത്തോ? ആ യമുന റാണി, ഇപ്പം മനസ്സിലായി. ഈ നാട്ടിൽ യമുന റാണി അല്ലാതെ മറ്റാരാ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത്? ഇതേത് യമുന റാണിയുടെ ലിപ്സ്റ്റിക് അല്ലേ? നോക്കിയേ. നോക്കട്ടെ, ശരിയാണല്ലോ. അന്ന് യമുന റാണി ഇവിടെ വന്നപ്പോൾ ഇതേ കളർ ലിപ്സ്റ്റിക് ആണല്ലോ ഇട്ടിരുന്നത്, അല്ലേ ആനന്ദം? അതെ ചേട്ടാ, ഇതെങ്ങനെ നന്ദേട്ടന്റെ ഷർട്ടിൽ വന്നു? എങ്ങനെ വരാം? യമുന റാണിയുടെ ബെഡ്റൂമിൽ പോയി രണ്ടുപേരും കൂടെ തമാശ പറഞ്ഞ് ഡ്രസ്സിംഗ് ടേബിളിലിരുന്ന ലിപ്സ്റ്റിക് അറിയാതെ കൈതട്ടി താഴെ വീണ. അങ്ങനെ വരാൻ വഴിയില്ല. അപ്പൊ ഇന്നലെ നന്ദേട്ട ഇവിടെ പോയി അല്ലേ? ഇല്ല, ഞാൻ പോയിട്ടില്ലടാ. ഹിന്ദി ട്യൂഷന് പോയില്ല? എന്ത് ട്യൂഷനോ? അപ്പൊ യമുന റാണിക്കേട്ടൻ ട്യൂഷൻ എടുക്കുന്ന കാര്യം ചേട്ടത്തിക്ക് അറിയാം. അത് ശരി. അപ്പൊ രഹസ്യമായിട്ടാണ് ട്യൂഷൻ. കൗസു എടുത്ത് ഇത്ര പാവമായി പോയല്ലോ. ഒരു കൂടെ നിറച്ച് ആപ്പിളുമായിട്ടാ പോകുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അധ്യായം കുറെ കഴിഞ്ഞിരിക്കുന്നു. എന്നാ ഇത് ഗുരുദക്ഷിണ തന്നെ? ഇല്ല, നോണ. ട്യൂഷൻ പോയില്ല. ഇത് യമുന റാണിയുടെ ചുണ്ടല്ല, വേറെ ഏതോ കോന്തന്റെ ചുണ്ടാണ്. യമുന റാണിയുടെ ചുണ്ടിന് ഇത്ര വലിപ്പില്ലടി. കേട്ടല്ലോ, അവളുടെ ചുണ്ടിന്റെ അളവ് വരെ കൃത്യമായിട്ട് നന്ദേട്ടനെ അറിയാം. ബാക്കി ഞാൻ പറയണ്ടല്ലോ. എനിക്ക് സ്കൂളിൽ പോണം. ഹെഡ് മാസ്റ്റർ എന്നെ ചീത്ത പറയുന്നത്. എവിടേക്ക് പോകണ്ടെന്ന്? വല്ലാതങ്ങ് ചിരിക്കണ്ട, ഈ ചിരിയും ഞാൻ കറുപ്പിക്കുന്നുണ്ട്. കൊതുകേടി കൊള്ളാനൊരു കൂട്ടായി. അഡ്വാൻസ് ആയിട്ട് ക്ഷമ ചോദിച്ചിട്ടാണല്ലോ ചേട്ടൻ എന്നെ കുഴി ചാടിച്ചത്. ഒരു കുഴി ഞാനും വെട്ടി, പകരത്തിന് പകരം. ഓക്കേ ഓക്കേ. എന്താ കൃഷ്ണേട്ടാ? ആദ്യമായിട്ട് കാണും പോലെ. ഗോപ, എന്താ ചേട്ടാ? നമ്മൾ രണ്ടാളും തണുപ്പും കൊണ്ട് പുറത്ത്. അവൻ അവളൊത്ത് സൂയിക്കണു. എനിക്ക് സഹിക്കാൻ കഴിയണില്ല. ഒരു പൂട്ട അവനിട്ട് പൂട്ടണ്ടറാ. പൂട്ടണം. ആ കിളിങ്ങുന്ന വളകൾ നമുക്ക് പൊട്ടിക്കണം. ലോകം ജപിക്കുന്നു നിന്നാമം പ്രേമപൂർവം. ഏട്ടാ, പാല്. പാലോ? ഇത് പതിവില്ലാത്താണല്ലോ. ഏട്ടൻ ഈയിടെയായിട്ട് വല്ലാത്ത ക്ഷീണം. ഹോർലിക്സ് ചേർത്തിട്ടുണ്ട്. അപ്പൊ എന്നെ ഇനി അങ്ങോട്ട് പരിപോഷിപ്പിക്കാന്ന് തന്നെ. കഷ്ടം തന്നെ ഗോവന്റെ നന്ദേട്ടന്റെ കാര്യം. എന്നാലും അവർക്കിങ്ങനെ തോന്നിയില്ലോ. സ്വന്തം ഭാര്യമാരെ മറന്ന നടിയുടെ പിന്നാലെ. ആദ്യം നിങ്ങൾക്ക് ആരോ ഒരാൾ എന്നായിരുന്നില്ലേ സംശയം? ഇപ്പൊ രണ്ടുപേരുടെയും തനിനിറം പുറത്തായില്ലേ? അതൊക്കെ അവരുടെ കാര്യം. എന്റെ കൂട്ടിന് അവളുടെ വലയിലെങ്ങും വീണില്ലല്ലോ. എനിക്ക് അത് മതി. തൊട്ടടുത്ത് റോസാപ്പൂ വിരിഞ്ഞു നിൽക്കുമ്പോ ആരെങ്കിലും കടലാസ് പൂ അന്വേഷിച്ചു പോവോ? ആ നന്ദേട്ടനും ഗോപനും പടുവിട്ടികളാ. ഞാൻ റോസാപ്പൂവാ. എന്താ ഇത്ര സംശയം? അയ്യോ, കിലുക്കം. അത് മോഹൻലാലിന്റെ ഒരു പടത്തിന്റെ പേരല്ലേ? അല്ല, ചേട്ടനും ചാടിക്കേ. ചാടാനോ? ആ, ഒന്ന് ചാടിക്കേ. എന്താണത് ഇത്? ചാടല്ലേ പറഞ്ഞത്? ആനന്ദ് രാവിലെ ചുമ്മാ ആരെങ്കിലും കണ്ട. കിലുക്കുന്നുണ്ടല്ലോ. ഹായ്, ആണുങ്ങളുടെ വള. ആണുങ്ങളുടെ വളയല്ല, പെണ്ണുങ്ങളുടെ വള. ഇതെങ്ങനെ എന്റെ പോക്കറ്റിൽ വന്നു? അതാ എനിക്കും അറിയേണ്ടത്. എന്താ ഇവിടെ പ്രശ്നം? ആഹാ, വളപ്പൊട്ടുകൾ. ഓ, ഇന്നലത്തെ ആഹ്ലാദ പ്രകടനത്തിന്റെ ആയിരിക്കും. ഇവിടത്തെ പെണ്ണുങ്ങൾ കുപ്പിവള ഇടാറില്ലല്ലോ. പിന്നെ ഇത്തരം കുപ്പിവളകൾ ഇടുന്നത് ആരടാ? ഇത്തരം കുപ്പിവളകൾ ഇടുന്നത് യമുന റാണി. എടാ ചന്ദ്രു, ഒന്നിങ്ങ് വന്നേ. ഓ മോനെ, ഇത് യമുന റാണിയുടെ കുപ്പിവളയല്ലേടാ? അതെ, യമുന ഇതേ സൈസ് കുപ്പിവള ഇടാറുള്ളത്. ഒന്ന് പോടാ അവിടുന്ന്. യമുന റാണിയുടെ കുപ്പിവള എന്റെ പോക്കറ്റിൽ വരുന്നത്? അത് ഞാൻ കാണിച്ചു തരാം. അതായത് ഞാൻ യമുന റാണി,
ഗോപേട്ടൻ ഈ കൊച്ചേട്ടൻ ഞാൻ ഗോപേട്ടൻ ഒന്നോട് മാറിയുന്നേ. യമുന റാണി പ്രേമ പാരവശ്യത്തോടെ കൊച്ചേട്ടനെ സമീപിക്കുന്നു. ഡയലോഗ് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. യമുനാറാണിക്ക് വിലപ്പെട്ടൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. തടുത്ത് പറയാം. தெரியலேங் சொல்லுங்களேங். சொல்ல மாட்டேன். என்ன அங்கே பாக்கட்டுமேங். റാണി. അങ്ങനെ റാണി കയ്യമർത്തിയപ്പോ കൃഷ്ണേട്ടൻ കോരിത്തിരിച്ചു. യമുന റാണിയെ ചുറ്റിപ്പിടിച്ചു. രണ്ടുപേരും വികാര വിവശരായി കട്ടിലിലേക്ക് മറിഞ്ഞു വീണു. യമുനയുടെ കൈ ഇപ്പോഴും കൃഷ്ണന്റെ പോക്കറ്റിലാണേ. വള പൊട്ടി, അത് പോക്കറ്റിനകത്ത് വീണു. ഇതാ ആ വളപ്പൊട്ടുകൾ. പോടാണത്. അയ്യോ ആഹാ, യമുനാറാണിക്ക് വളം വാങ്ങിച്ചു കൊടുത്തില്ലേ? ആ, ഇന്നുവരെ എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ട്? ചാച്ചിക്ക ഫോട്ടോ ഉടച്ചത് കൊണ്ട് മാത്രമായില്ല. ശരിയാ, 3 പേരും കുടിയേറിയിരിക്കുന്നത് അവളുടെ മനസ്സിലല്ലേ? നേരെ ഒന്ന് പുലർന്നോട്ടെ. அவளை ഞാൻ இது ஏன் லைஃப். எனக்கு பணமும் புகழும் பெருசில்ல. இல்லாண்டி இனி என்ன தொந்தரவு பண்ணாதீங்க. நானும் ஒரு பெண், எனக்கு ஒரு வாழ்க்கை வேணும். ஆமா, இதுதான் என் முடிவு. നമ്മള് മുടിഞ്ഞു പൊട്ടേന്നാണ് അവള് പറയണേ. അല്ലടി, മുടിവെന്ന് പറഞ്ഞ തീരുമാനം എന്നർത്ഥം. അപ്പൊ അവളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മയെ വിളിച്ചറിയിക്കുക. ஐயோ, ஓகே. ஹாய், வாங்க வாங்க. எத்தனை நாளாச்சு உங்களை எல்லாரும் பார்த்து. என்ன கோவமா? உங்க கோவத்துக்கு காரணம் என்னன்னு எனக்கு தெரியும். சாரி. അപ്പൊ യമുന റാണി എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മ സമ്മതിക്കണില്ലല്ലേ? ഒരമ്മമാരെ സമ്മതിക്കൂല. ஓ, நான் டெலிபோன்ல பேசினது அது என் சொந்த விஷயம். അത് നിങ്ങളുടെ മാത്രം വിഷയമല്ല, ഞങ്ങളെ കൂടി ബാധിക്കുന്നതാ. ஓ, நான் உங்களை எல்லாம் மறந்துட்டேன்னு நினைச்சீங்களா? சாரி, நான் ரொம்ப பிஸியா இருந்தேன், அதனாலதான் பார்க்க முடியல. ஆமா, நீங்க ஏன் இந்த பக்கம் வரவே இல்ல? ഞങ്ങള് വരുന്നില്ലെങ്കിൽ എന്താ, വരേണ്ടവര് വരുന്നുണ്ടല്ലോ. இல்ல, நீங்க என்னென்னமோ மறைக்கிறீங்க. யூ சப்ரசிங் சம்திங். നോ, ഞങ്ങളല്ല, നിങ്ങളാ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കെട്ടിപ്പിടിക്കുന്നേ. യു പ്രസിംഗ് മൈ ഹസ്ബൻഡ്സ്. വേണ്ട, ചിരിക്കണ്ട. ഞങ്ങളുടെ ചങ്ക വേവണത്. കൂൾ ഡൗൺ. உங்களுக்கு என்ன ப்ராப்ளம்? வாங்க உட்கார்ந்து பேசலாம். വേണ്ട, ഞങ്ങൾ ഇരിക്കുന്നില്ല. ഞങ്ങൾ യമുന റാണിയോട് ഒരു കടം ചോദിക്കാനാ വന്നത്. அவ்வளவுதானா? கேளுங்களே, நான் என்ன வேணும்னாலும் தரேன். I like you all so much. മതി, ഞങ്ങളെ സ്നേഹിച്ചൊക്കെ മതി. ഞങ്ങള് പാവങ്ങളാ. ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഇനി വിട്ടു തരണം. നിങ്ങളുടെ ഭർത്താക്കന്മാരാ? അല്ലെന്ന് തോന്നുന്നുണ്ടോ? എന്റെ കൃഷ്ണന്റെ പോക്കറ്റില് നിങ്ങളുടെ വളപ്പൊട്ടുകൾ എങ്ങനെ വന്നു? എന്റെ ഗോപേട്ടൻ ചെരുപ്പ് സാരിയും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാറില്ലേ? നിങ്ങൾ തമ്മിൽ ലവ് ഓഫേഴ്സ് അല്ലേ? എന്റെ നന്ദേട്ടന്റെ 5 കുട്ടികളെ പ്രസവിച്ചോളാം ഞാൻ. അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ തോന്നിയല്ലോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് സ്നേഹിക്കാൻ മമ്മൂട്ടിനെയും മോഹൻലാലിനെയും കമലഹാസനെയും ഒക്കെ കിട്ടും. പാവപ്പെട്ട ഞങ്ങളുടെ ആണുങ്ങളെ നിങ്ങൾക്ക് എന്തിനാ? അവരെ ഞങ്ങൾക്ക് വിട്ടു തന്നേക്ക്. ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത്. ஒரு மன நிம்மதிக்காக தான் களங்கம் இல்லாத உங்களோட எல்லாம் ஃப்ரீயா பழகினேன். உங்க மனைவிங்க ரொம்ப அப்பாவிங்க, புவர் லேடிஸ். உலகத்துல என்ன நடக்குதுன்னு அவங்களுக்கு தெரியாது. அவங்க மனசுல நீங்களும் உங்க குழந்தைங்களும் மட்டும்தான். அவங்கள மனைவிகளா கழிச்சதுக்கு நீங்களா கொடுத்து வச்சிருக்கணும். இன்னைக்கு உங்க மனைவிங்க இங்க வந்திருந்தாங்க. அப்பப்பா என்ன திட்டி நொறுக்குனாங்க. நீங்க எல்லாம் என் கூட பழகுறதுல ரொம்ப சந்தேகப்படுறாங்க. മനസ്സിലായില്ലേ? உங்களுக்கும் எனக்கும் ஏதோ தப்பான உங்களெல்லாம் என் சொந்த பிரதர்ஸ் மாதிரி தான் நினைச்சிட்டு இருக்கேன். அவங்கள மாத்த முடியாது. இனிமே நீங்க என்ன பார்க்க வரக்கூடாது.
உங்களெல்லாம் நான் மறக்கவே மாட்டேன். உங்களுக்கு எப்படி நன்றி சொல்றதுன்னு எனக்கு தெரியல. தேங்க்ஸ். இதுதான் நம்ம கடைசி சந்திப்பு. எஸ், ലാസ്റ്റ് മീറ്റിംഗ്. ഇന്ന് നിന്റെ അവസാനടി. ഈ നന്ദകുമാർ ആരാണെന്ന് കാണിച്ചു തരാം. യമുന റാണിയോട് സങ്കടം പറയാൻ പോയിരിക്കുന്നു. നിന്നെ അടക്കാനൊക്കെ ഒന്ന് ഞാൻ നോക്കട്ടെടി. യമുനാറാണിയെ തിട്ടി നുറുക്കിനാങ്ക രമ്പ സന്ദേഹം. നിന്റെ സന്ദേഹം ഞാൻ തീർത്തു തരാൻ മടി. കൊണ്ട് നടന്നതും നീയേ ചാപ്പ, കൊണ്ട് കൊല്ലിച്ചതും നീയേ ചാപ്പ. അനുഭവിച്ചോ? അന്തസ്സും മാപജാത്തിയുള്ള ഒരു കലാകാരുടെ മുമ്പില് ഭദ്രകാളി ഉറഞ്ഞു കൊള്ളാൻ പോയിരിക്കണു. നാണം കെടുത്തില്ലേ? നീ ആരാന്നടി നിന്റെ ഭാവം? ഞാൻ അഞ്ചു പിള്ളേരുടെ അമ്മയാ. മിണ്ടിപ്പോവരുത്. പട്ടികളെ പോലെ മക്കളെ പെറ്റുകൂട്ടാൻ ആരാടി നിന്നോട് പറഞ്ഞത്? നീ യമുനാ റാണിയോട് എന്തടി പറഞ്ഞത്? ഞാൻ ചോദിച്ചാണ് കുറ്റം. നിങ്ങൾ കാണിച്ച തെറ്റല്ലേ? എന്താണ് തെറ്റ്? യമുന റാണിയുടെ കൂടെ ചേർന്നതില്ല എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തി ഫോട്ടോ എടുപ്പിച്ചു. മുടി കറുപ്പിച്ച് സുന്ദരക്കുട്ടപ്പനാക്കി അഭിനയിക്കാൻ വിട്ടു. കയ്യിലൊരു ബൊക്കം വാങ്ങി തന്ന് പണം കരം ചോദിക്കാൻ പറഞ്ഞു വിട്ടു. എല്ലാം ചെയ്യിച്ചത് നീയല്ലടി എരപ്പേ. ഇപ്പൊ കുറ്റമൊക്കെ എന്റെ തലയിലായോ? അതേടി, ഭർത്താവ് ഒരു അന്യ സ്ത്രീയുമായി ഇടപഴകുമ്പോ അവളെ സ്പർശിക്കുന്നുണ്ടോ, അഥവാ സ്പർശിക്കുന്നുണ്ടെങ്കിൽ തന്നെ എവിടെയൊക്കെ സ്പർശിക്കുന്നു, അത് എത്ര നേരം നീണ്ടു നിൽക്കാം, എപ്പോ നീക്കി മാറ്റാം, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഭാര്യയാ. എല്ലാത്തിനും പച്ചക്കൊടി കാണിച്ചിട്ട് ഇപ്പൊ എന്ന് വെച്ച് ലോഹിയാവണമെന്നുണ്ടോ? ലോഹിയാവും. ഞാനൊരു പുരുഷനാടി. 10 പവനും തന്ന് ഈ മരമോന്ത എന്റെ തലയെ കെട്ടിവെച്ചില്ലടി നിന്റെ തന്തപ്പടി പിശികം പീതാംബരൻ. എന്റെ അച്ഛനെ പറയരുത്. പറയൂടി. 4ാം ക്ലാസ് അലവലാതെ വേണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. അച്ഛൻ കേക്കട്ടെ. നാട്ടും പുറത്തു തരി മതി മതിയല്ലോ. ഞാൻ മുനിയൊന്നുമല്ല. അല്ല, മുനിമാർക്കും പറ്റും. മേനെ ഉത്സാഹിച്ച് മേനിയൊന്ന് കുലുക്കിയപ്പോ വിശ്വാമത്തിന്റെ തപസ് പൊളിഞ്ഞില്ലടി. പുരുഷന്മാരൊക്കെ അല്പം വീക്കായിരിക്കും. അവസരം കിട്ടിയ അവര് കക്കും. എനിക്കറിയാം. ഐ ഓൾസോ ഹാവ്. നിർത്തടി നിന്റെ മുടിഞ്ഞ ഇംഗ്ലീഷ്. ഇനി ഇംഗ്ലീഷ് പറയോ? വാങ്ങടി, വാങ്ങി തോല. നിന്നെ പോലുള്ള അല്പജ്ഞാനികൾ ജീവിച്ചിരിക്കാൻ പാടില്ലടി. ഞാൻ നല്ല ഭാഷ നിന്നെ കൊണ്ട് ജയിലിൽ പോടി. ഓടി ബ്രിട്ടീഷുകാരി. എവിടാന്ന് വെച്ചാ പോയി തോല പോ. എടി കണ്ണു പൊട്ടി. എന്നെ ചായപ്പിക്കടത്ത് കൊതുകടി വിളിച്ചില്ലേ? നീ അനുഭവിക്കടി. നിന്റെ ഭരണം എന്നത്തോടെ അവസാനിപ്പിക്കടി. നിന്നെ എനിക്ക് വേണ്ട. പുകഞ്ഞ കൊള്ളി പുറത്ത് പോയി പറയടി നിന്റെ തന്തയോട് കേസ് കൊടുക്കാൻ. ആനന്ദം എടുത്തി என்ன? நான் பாட்டுக்கு பேசிக்கிட்டே இருக்கேன், பதில் எதுவும் பேசாம இருந்தா என்ன அர்த்தம்? ஆசைக்கு ஒரு அளவு இருக்கு. நான் ஆசைப்பட்டதை விட கடவுள் எனக்கு அதிகமாவே கொடுத்திருக்காரு. போதும். இன்னைக்கு நீ ஒரு சினிமா நடிகை இல்லாம இருந்திருந்தா, ஆஃப்டர் ஆல் ஒரு டாக்டராவோ என்ஜினியராவோ டீச்சராவோ போயிருந்திருப்ப. நான் தான் உன்னை நடிகையாக்குறேன். இன்னைக்கு நீ தன்னகத்திலே ஒரு பெரிய சூப்பர் ஸ்டார். உன்னோட டேட்ஸ்க்காக ஒவ்வொருத்தரும் கியூல நின்னுகிட்டு இருக்கான். இந்த பணம் புகழ் இதெல்லாம் எப்படி வந்துச்சு? உன்னோட டேலண்ட்னால மட்டும் இல்ல, என்னோட முயற்சினாலையும் கூட. எவ்வளவு தடவை இதெல்லாம் சொல்லிருக்கீங்க. உங்களுக்காக தான் இவ்வளவு நாளும். இனிமே என்னடி, அந்த ப்ரொடியூசர் யோகேஸ்வர் உனக்கு 75 லட்சம் ரூபாய் சம்பளமும் தமிழ் ரைட்ஸும் நமக்கு கொடுத்திருக்காரு. பணம் பணம் பணம். உங்களுக்கு இப்போ பணம் வெறி பிடிச்சிருக்கு. 75 லட்சம் என்ன, 75 கோடி கிடைச்சா எப்படி வேணாலும் ஆக்ட் பண்ணலாமா? இதுதான் உங்க பாசமா? அந்த கதை படிச்சிருப்பீங்களே, கல்ச்சர் இல்லாத ஒரு கிராமத்துல மழை பெய்யறதுக்காக ஒரு ஆதிவாசி பொண்ண அநாகரிகமா உடையாட இல்லாம ஊர் ஜனங்க மத்தியில காளிக்கு பலி கொடுக்கறாங்களா? அது கேவலமா இல்ல? ஏ, இதுக்கு முன்னாடி நீ செக்ஸி ஆக்ட் பண்ணது இல்லையா? அந்த மாதிரி அது அந்த ஆதிவாசி பொண்ண நான் நடிக்கணும்ல. சினிமாவில அந்த கேரக்டரை பார்த்து ஜனங்க கண்ணீர் விடுவாங்க. ஆனா அந்த பொண்ணாக நடிச்ச யமுனா ராணிய காரி துப்புவாங்க. போதும் ஆண்டி, அந்த படம் எனக்கு வேண்டாம். இன்னைக்கு எனக்குன்னு ஒரு இமேஜ் இருக்கு, ரசிகர்கள் இருக்காங்க. அவங்கள என்னால ஏமாத்த முடியாது. அந்த ரோலை நான் ஆக்ட் பண்ண மாட்டேன். நல்ல மனைவியா, நல்ல தங்கையா, நல்ல தாயா எவ்வளவு ரோல்ஸ் ஆக்ட் பண்ணிருக்கேன். ரியல் லைஃப்ல அந்த மாதிரி ஒரு ரோல், அதுதான் நான் ஆசைப்படுறேன். எனக்கு அது போதும். இனிமே என்ன கம்பல் பண்ணாதீங்க. தயவு செஞ்சு என்ன விட்டுடுங்க ப்ளீஸ். ராணி,
இந்த சந்தானவள்ளி யாருன்னு உனக்கு நல்லாவே தெரியும். நான் நினைச்சதை செய்வேன், செய்யவும் வைப்பேன். அந்த படத்துக்காக 25 லட்சம் ரூபாய் நான் அட்வான்ஸா வாங்கிட்டேன். நீ யோகேஸ்வர் படத்தில் நடிக்கிற, நாளைக்கு அக்ரிமெண்ட்ல சைன் பண்ற.